സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവേശവും വികാരവും ഉണ്ടായാൽ എന്തും വിളിച്ചു പറയരുത്. പ്രസംഗത്തിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ജനങ്ങൾക്ക് വെറുപ്പും വിരോധവും ഉണ്ടാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സ്ഥാപനത്തിനെ വളർത്താൻ ആവശ്യമാവുന്ന സ്വഭാവ ഗുണങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ടിട്ട് ഈ രാജ്യത്തുള്ള നന്മകളൊക്കെ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവണം. ഇവിടുത്തെ സൗഹാർദ്ദം വളർത്താനുള്ളതായ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവണം. നിങ്ങളെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിലുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആവേശവും വികാരമൊക്കെ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും പറയല്ലേ വേണ്ടത്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ചുകൊണ്ടാവണം നമ്മൾ പറയേണ്ടത്. ഒരു മുഅ്മിന് ഉപയോഗിക്കാൻ പറ്റിയതായ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ സത്താർ പന്തല്ലൂരിന്റെ വിവാദ പ്രസംഗം അതിനെ പൂർണ്ണമായി തള്ളുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അദ്ദേഹം പറയുന്നത് എന്താണ് അരുൺ? ഈജിപ്ത് കാസർഗോഡ് പൈവളിയിൽ നടന്ന പയ്യക്കി ഉസ്താദ് അക്കാദമിയുടെ 2ാം വാർഷിക സമ്മേളനത്തിലാണ് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. നമുക്കറിയാം, സത്താർ പന്തല്ലൂരിന്റെ കൈവെട്ട് പ്രസംഗം, പരാമർശം വലിയ തോതിൽ വിവാദമായിരുന്നു. അതിൽ കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടി ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പൊതുവെ പൊതുസമൂഹത്തിന് ഉൾപ്പെടെ വലിയ വിമർശനം അതിൽ ഉയരുകയും ചെയ്തിരുന്നു. അതിലാണ് പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇപ്പോൾ സമസ്ത പ്രസിഡന്റ് തന്നെ രംഗത്ത് വരുന്നത്. പ്രസംഗിക്കുമ്പോൾ ആവേശവും വികാരവും ഉണ്ടായാൽ എന്തും വിളിച്ചു പറയരുത്. പ്രസംഗത്തിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ജനങ്ങൾക്ക് വെറുപ്പും വിരോധവും ഉണ്ടാക്കുന്ന വാക്കുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. അതായത് ആ പ്രസംഗത്തെയും ആ കൈവെട്ട് പരാമർശത്തെയും പൂർണ്ണമായി തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമസ്ത പ്രസിഡന്റിന്റെ പ്രതികരണം ഇതിൽ പുറത്തു വന്നിരിക്കുന്നത്. പൊതുവെ വലിയ വിമർശനം അതിൽ ഉയർന്നിരുന്നു. പ്രകോപനപരവും വിദ്വേഷപരവുമായിട്ടുള്ള പരാമർശമാണ് എന്ന വിമർശനം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് സമസ്ത പ്രസിഡന്റ് തന്നെ ആ പ്രസംഗത്തെ തള്ളി ഇപ്പോൾ രംഗത്ത് വരുന്നത്. ശരി, അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സമൂഹമാധ്യമ